ഹായ് ഗെയ്സ്, ഈ മീൻ മുഴുവൻ കയറ്റി പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള താനൂർ മത്സ്യബന്ധന ഹാർബറിൽ നിന്നാണ്. ഇവിടെ നമ്മൾ എപ്പോൾ വരികയാണെന്നുണ്ടെങ്കിലും നല്ല തിരക്കായിരിക്കും. കാരണം ഒരുപാട് ബോട്ടുകൾ മീനുമായിട്ട് വന്നിട്ടുണ്ടാവും. ആ ബോട്ടിൽ നിന്ന് ഇറക്കുന്നതും അതേപോലെ തന്നെ ഒരു സൈഡിൽ കംപ്ലീറ്റ് തൊഴിലാളികൾ ഐസ് പൊടിക്കുന്ന കാഴ്ച ഉണ്ടാവും. ആ പൊടിച്ച ഐസ് മുഴുവൻ ബോക്സിലാക്കി മീനിലും ആക്കിയിട്ട് അത് ദൂര സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് കാണാം കേട്ടോ. അത് കൊണ്ടുപോകാനുള്ള ഒരുപാട് ലോറികളും നമുക്ക് പാർക്കിങ്ങിൽ കാണാം. കുന്നംകുളം, പട്ടാമ്പി, തൃശ്ശൂർ, പാലക്കാട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾക്ക് ഇവിടുന്ന് ലോറികൾ ഈ മീനും കയറ്റി പോകുന്നുണ്ട്. രാവിലെയും നമുക്ക് നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ വൈകുന്നേരം ഇതുപോലെ മീനുകൾ കയറ്റി പോകുന്ന നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഇവിടെ നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് ചെറുകിട മീൻ കച്ചവടക്കാർ രാവിലെയും വൈകുന്നേരം വന്ന് മീൻ എടുക്കുന്നത് കാണാം. ഏറ്റവും കൂടുതൽ തിരക്ക് രാവിലെ തന്നെ ആയിരിക്കും. അത് മീൻ നല്ല ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബോട്ടുകളും നല്ല ജനവും ഉണ്ടാവും. ഇത് കൂടാതെ നാട്ടുകാർ മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ട് അവരെയും കാണാം കേട്ടോ. അവർ ചില്ലറ മീൻ വിൽപ്പനക്കാർ ഇവിടെ തന്നെ മീൻ എടുത്തുകൊണ്ട് ഈ ഹാർബറിൽ തന്നെ ചെറിയ മാർക്കറ്റായിട്ട് മീൻ വിൽക്കുന്നുണ്ട്. അവിടെ നിന്നായിരിക്കും ചില്ലറ കച്ചവടക്കാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ അധികം സമയമാകുമ്പോൾ മീൻ കിട്ടുക. വലിയ ബോട്ടിനൊക്കെ വരുന്ന മീൻ ഒന്നിച്ച് ലേലം വിളിച്ചിട്ടാണ് പോവുക. അത് ചിലപ്പം ബോട്ടിൻ്റെ അല്ലെങ്കിൽ വള്ളത്തിൻ്റെ ഒരു കള്ളിക്ക് ഇത്ര അല്ലെങ്കിൽ 2 കള്ളി ഇത്ര എന്ന് പറഞ്ഞിട്ട് മൊത്തം വിൽപ്പനയാണ് ലേലം വിളിച്ച് പോവുക. ലേലം വിളിക്കാനായിട്ട് കുറേ ഏജൻസികളും ഇവിടെ ഉണ്ട്. അവർ കമ്മീഷൻ വ്യവസ്ഥയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേലം വിളിച്ച് മീൻ എടുത്തു തരും. നല്ല ഫ്രഷ് മീൻ തന്നെ ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് കിട്ടുക. വലിയ കൂന്തൾ, അതുപോലെ വലിയ ആവോലി, അതും കാരാവോലി, വെള്ളാവലി എന്ന് പറഞ്ഞിട്ട് 2 തരം. ഇപ്പോൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഈ കാരാവലി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ചാരനിറമുള്ള ആവോലിയായിരുന്നു കൂടുതലായിട്ട് ഇറങ്ങിയത്. പിന്നെ വലിയ ഷാർക്ക് ഉണ്ടാവും, സ്രാവ്, അതുപോലെ മത്തി, അയല, നെയ്മീൻ, ഇങ്ങനെ പല മീനുകളും ഉണ്ടാവും. ഇപ്പോൾ സീസൺ നടക്കുന്നത് മത്തിയുടെ സീസണാണ്. ചെറിയ മത്തികളാണ്, ബോട്ട് കണക്കിന് വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ചെറിയ മത്തികളാണ്. ഒരു ദിവസം ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ മീൻപിടുത്ത കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം.